ഐ ആം റെഡി. വീട്ടി വാടി. വാടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക്. എന്ത് ഈട്ടി വാടിന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കുന്നോണ്ടാണ് പല സന്തുഷ്ട കുടുംബവും ചന്നാ പിന്നെ ആയി പോകുന്നത്. അതാണോ ഞാൻ പറഞ്ഞത്? വീട്ടി വാടി. ഞാൻ വരുന്നില്ല. വീട്ടിൽ വരെ ഞാൻ വരുന്നില്ല. ഞാൻ എന്റെ വീട്ടിൽ പോണു. അപ്പൊ തീരുമാനിച്ചു പോ. ആ തീരുമാനിച്ച്. വീട്ടിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന സമയത്ത് നിന്റെ കൊച്ചില്ലായിരുന്നല്ലോ. കൊച്ചില്ലായിരുന്നു. കൊച്ചിനെത്താ. ആ കൊണ്ടക്കോ. കൊച്ചിനെ ഞാൻ നോക്കിക്കളാം. നീ കൊച്ചിനെത്താ. മക്കള് വാടാ. അച്ഛന്റെ കൂടെ നിന്ന് വളരടാ മക്കളെ. വളർത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷെ കരയുമ്പോ പാല് കൊടുത്തേക്കണം. ഞാൻ എവിടെ കൊടുക്കാം. അതറിയാലോ. ആ മര്യാദക്ക് വീട്ടിൽ വാടി. ഞാൻ വരുന്നില്ല. വരുന്നില്ല. ഞാൻ വരുന്നില്ല ബാലു. ഇവക്കൊക്കെ വേണ്ടി രാവിലെ ഇറങ്ങിപ്പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പം ഇവക്ക് നമ്മൾ ഒരു വിലയില്ല. കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ അണ്ണാ ഒരു കുടുംബം ആവുമ്പം വഴക്കൊക്കെ നടക്കും, സർവ്വസാധാരണം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നാ പിന്നെ നിന്റെ പേരെന്നാളെന്താ? അതെന്തിനാ? ഞാൻ ഒരു ആലോചനയായിട്ട് വീട്ടിലോട്ട് വരാം. അയ്യോ, വീട്ടിൽ പറയാതെ എങ്ങനെ വരുന്നു? അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒരു കുടുംബം ആവുമ്പം ചെറിയ പൊട്ടിത്തെറിയും ബഹളവും ഒക്കെ ഉണ്ടാവും. ചട്ടിയും കല ആവുമ്പോ തട്ടിയും മുട്ടി എന്നൊക്കെ പറഞ്ഞിരിക്കും എന്നും പറഞ്ഞ് പിണങ്ങി പോകുന്നത് ശരിയാണോ? അല്ല. അല്ല. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത് അവളടുത്ത് പോയെന്ന് പറഞ്ഞ് മനസ്സിലായിക്കോളൂ. അയ്യോ, എനിക്ക് തേനി പോണം, തേൻ എടുക്കണം, തിരിച്ചു വരണം. താൻ പോയില്ലെങ്കിൽ തേനീന്ന് അവിടെ നിന്ന് തേന് കിട്ടത്തില്ലേ? തേന് തരത്തില്ലേ തേനീച്ച? അപ്പൊ പിന്നെ താൻ പോയെന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യും. തന്നെ കണ്ടപ്പോ ഒരു മര്യാദക്കാരനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്റെ അടുത്ത് ഞാൻ ഇത് വന്ന് പറഞ്ഞത്. എനിക്ക് ഒരു പരിചയമില്ല നിങ്ങളെ. ഈ സമയത്ത് നിങ്ങൾ എന്നെ സഹായിക്കാവുള്ളൂ. ഒന്ന് പോയി സഹകരിക്കൂ പ്ലീസ്. ഒന്ന് സംസാരിക്കൂ. ഒന്ന് പോയി സംസാരിക്കും. കുഞ്ഞെ, എന്റെ കുഞ്ഞ് സംസാരിക്കാറായില്ല. അയ്യോ അല്ല, ഈ വലിയ കുഞ്ഞിനെയാ. എന്താ? അതെ, എന്തോ തട്ടുന്ന ചട്ടിയും ഈ പൊട്ടിയ ചട്ടിയുമായിട്ട്. പൊട്ടിയ ചട്ടി? അല്ല, കുടുംബത്തോട്ട് പോകുമ്പോ ഒരു ചട്ടി. ആ മനസ്സിലായി ചേട്ടാ. ഇങ്ങനെ കൈ വെക്കുന്നത് ശരിയാണോ? ഇങ്ങനെ ബാബു അമ്പതിരണക്ക് വെച്ചാലോ? ചേട്ടാ, സ്ത്രീകൾ എങ്ങനെ തല്ലുന്നത് ആണത്വമാണോ? അങ്ങനെ കൈ വെക്കുന്നത് ആണത്വമല്ല. ആണത്വമല്ല. അല്ലല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ചേട്ടൻ ഒരു മകളുണ്ട് എന്ന് വിചാരിക്കേ. ചേട്ടൻ അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. ചേട്ടന്റെ മുമ്പിലിട്ട് ചേട്ടന്റെ മകളെ അവൻ പൊതിരെ തല്ലി. ഇനി അവളെ ജീവിക്കാൻ അവന്റെ കൂടെ വിടുവോ? അവന്റെ കൂടെ പോവണ്ടെന്ന് പറയും. എന്തോ പറയും? അവന്റെ കൂടെ പോവണ്ട. ഹലോ, തൊലയ്ക്കാനാണോ പറഞ്ഞു വിട്ടത്? തൊലയ്ക്കാനാണോ ഞാൻ പറഞ്ഞു വിട്ടത്? ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അവളടുത്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞു വിട്ടത്. അവിടെ ചെന്ന് ഇങ്ങനെയുള്ള സംസാരമാണോ പറയുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ അവളെ തെറ്റിക്കുന്നതിന് നിനക്ക് കമ്മീഷൻ ഉണ്ടോ? പിന്നെ നീ ഇപ്പൊ എന്തിനീ ഭർത്താൻ അവിടെ പറഞ്ഞത്? എടാ, ഒരു കുടുംബം കരക്കടുപ്പിക്കാൻ നോക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒരുമാതിരി കളിക്കരുത് കേട്ടാ. എനിക്ക് തേനി പോണം, തേൻ എടുക്കണം, തിരിച്ചു വരണം. ഇപ്പൊ എന്തോ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് ബാലുവിന് അറിയില്ലേ? ഞാൻ നിന്നെ ഒന്ന് തല്ലി. എന്തിന് തല്ലി? ഞാനും നീയും കൂടെ നമ്മളെ കുഞ്ഞിനൊരു പേര് കണ്ടു വച്ചിട്ട് നൂലുകെട്ട് സമയമായപ്പോ നിന്റെ അച്ഛൻ വന്ന് പറയുന്നു ആ പേരിടണ്ട, നിന്റെ അച്ഛന്റെ പേരിടണോന്ന്. ആരായാലും തല്ലിപ്പോവും. ഞാനൊന്ന് തല്ലി, അത്രയല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂന്നോ? നമ്മൾ ഒളിച്ചോടി കല്യാണം കഴിച്ചപ്പോ ആകെ സപ്പോർട്ട് ചെയ്തത് എന്റെ അച്ഛനാ. എന്റെ അച്ഛൻ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞു, അച്ഛന്റെ പേര് നമ്മുടെ കൊച്ചിനിടണോന്ന്. എന്തോ നിന്റെ അച്ഛന്റെ പേരൊന്ന് പറ. പ്രാക്കണ്ടത്തിൽ കുണുമൻ. പ്രാക്കണ്ടത്തിൽ കുണുമൻ. ഇത്തിരി പോകുന്ന ഈ കൊച്ചിനെ ഞാൻ എടുത്ത് മടിയിൽ വെച്ചിട്ട് പ്രാക്കണ്ടത്തിൽ കുണുമ എന്നെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞു കൈ കൊണ്ട് എന്റെ ചെവിക്കുറ്റിക്ക് അടിക്കും. അതുകൊണ്ടല്ലേ ഞാൻ ആ പേരിടാത്തത്. ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അണ്ണ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പ്രാക്കണ്ടത്തിൽ കുണുമൻ എന്നുള്ള പേര് കൊച്ചിനിടാൻ പറ്റുമോ? എനിക്ക് തേനി പോണം, തേൻ എടുക്കണം, തിരിച്ചു. ഒരു സൈഡിൽ തേനീച്ചേ, മറ്റേ സൈഡിൽ കുണുമ. മനുഷ്യന് ഭ്രാന്തടിപ്പിക്കാനായിട്ട്. ബാലു, ഇവിടെ നിന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട പേരിടാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്ന പ്രശ്നമില്ല. നീ വരണ്ട. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കൊച്ചു മനസ്സിലാക്കും അവന്റെ അച്ഛൻ അടിപൊളിയായിരുന്നു. അവ എന്നെ തിരക്കി എന്റെ വീട്ടിൽ വരുവോടി. അവന് ചെലവിന് കിടക്കാത്ത അച്ഛൻ വരുന്ന പ്രശ്നമില്ല. ആര് പറഞ്ഞു? എന്റെ കൊച്ചു എന്നെ അന്വേഷിച്ച് വരും. അതാണ് നാട്ടു നടപ്പ്. ഇല്ലണ്ണ, എങ്ങനെ സാധിക്കണം എന്ന് പറ. ഒരു മനുഷ്യൻ അവന്റെ കുടുംബം ഒന്ന് കരക്കടുപ്പിക്കാനായിട്ട് നോക്കുമ്പം അതിന്റെ ഇടയിൽ വന്നിരുന്ന് മുറുക്കൊണ്ടാക്കണം. വാ വെറുതെ കിടക്കുമ്പോഴാണല്ലോ നിങ്ങൾ അഭിപ്രായം ചോദിക്കാൻ വരുന്നത്. അതുകൊണ്ട് നിറച്ചു വെക്കാന്ന് കരുതിയതാ. അവിടെ കയ്യിലെ കെണ്ടായിട്ട് അടിച്ചരിഞ്ഞ ഇത് പിന്നെ ആയാലും നിനക്ക് തിന്നാം. പിന്നെ തിന്നാ പോരെ? എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് തിന്നാ പോരെ? ഒറ്റ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറഞ്ഞാൽ മതി. എന്റെ കൊച്ച് കാലെടുത്തിട്ടു.
എന്റെ കൊച്ച് ഭാവിയിൽ വളർന്ന് വലുതാവുമ്പം അവന്റെ അച്ഛനായ എന്നെ തിരക്കി അവൻ വരുവോ ഇല്ലേ? വരും. ഇത്രയും കേട്ടോ. അതെ, കൊച്ചിന് ചെലവിന് കൊടുക്കാത്ത ഒരു അച്ഛനെ കാണാൻ എന്റെ മകൻ പോണോ? പോവണ്ട. സ്നേഹിക്കാത്ത ഒരു അച്ഛനെ തിരക്കി എന്റെ ഈ കുഞ്ഞ് അയാളെ കാണാൻ പോണോ? പോവില്ല. പോട്ടെ, ഇനി അയാള് ചത്ത് കിടക്കുകയാണെങ്കിലും ആ ചത്ത തന്തയെ കാണാൻ എന്റെ കൊച്ചു പോണോ? പോവരുത്. എന്താണോ എന്റെ കൊച്ചെന്നെ കാണാൻ വന്ന? എനിക്ക് ഒരു ആൺതരിയില്ലേ ഉള്ളൂ, അവനല്ലേ എന്റെ ബോഡി കാണാൻ വരാനുള്ള. അത് പറഞ്ഞെന്ന് പറ, നീ ആര്? അല്ല, ആ കൊച്ചു അതൊക്കെ പോട്ടെ, എന്റെ എനിക്ക് വായിക്കരിടാ എന്റെ കൊച്ചു വരണ്ടെന്ന് പറയാൻ നീ ആരടാ? അല്ല, ആ കൊച്ചു സത്യം പറ, എന്നെ കൊന്നിട്ട് നിനക്ക് അവളെ കെട്ടാല്ലേ? അല്ലെങ്കിൽ പിന്നെ നീ ഈ വർത്താനോട് പറഞ്ഞതിന് നീ ഇവിടെ എടാ ഒരു മാനുഷിക പരിഗണന വച്ചിട്ട് ഞാൻ നിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പം എന്റെ കൊച്ചെന്നെ കാണാൻ വരണ്ടെന്നല്ലടാ. എവിടെ പോണ്? ഞാൻ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പോകാൻ വേണ്ടി സീറ്റ് വിട്ടു വന്ന് നീ അവിടെ ഇരുന്നാ മതി. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് നീ ഇനി പോയാൽ മതി. നിനക്കൊന്ന് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ രാവിലെ എന്നത്തെ പോലെ ജോലിക്ക് പോയി ഈ കുടുംബം നോക്കി എവള് കൊച്ചെന്നും പറഞ്ഞ് നടക്കുമ്പോൾ എവിടെന്നാ കാര്യം വന്ന് വരുത്താൻ പറയണേ? എന്റെ ബോഡി കാണാൻ പോലും കൊച്ചിനെ കൊടുക്കല്ലേ? എവനൊക്കെ എന്നൊക്കെ വെട്ടിപ്പുളക്ക ഇവിടെ ആളില്ലാത്തോണ്ട് സാറേ എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാത്തവൻ നാട്ടുകാരെ കണ്ണില് കൊള്ളരുതാത്തവനാണോ? ആണ്. ആണല്ലേ? ആണല്ലോ. അപ്പൊ ഞാൻ കൊള്ളരുതാത്തവൻ. ആരുടെ മുന്നില്? നാട്ടുകാരുടെ മുന്നിൽ. അപ്പൊ നീ നാട്ടുകാരുടെ സൈഡായി. അല്ലെങ്കിൽ നീ ഇപ്പൊ ഇവിടെ നീ എന്റെ നാട്ടുകാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ കണ്ടിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ എന്റെ നാട്ടുകാരെ സൈഡിൽ നിന്നുകൊണ്ട് നീ കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ജീവിക്കാൻ? അല്ല, നീ അതങ്ങ് സീലടിച്ച് രജിസ്റ്റർ ചെയ്യണല്ലേ ഞാൻ കൊള്ളരുതാത്തവനാണെന്ന്? അല്ല, സാറ് പറഞ്ഞു ഞാൻ തേനീപ്പോളും തേനെടുക്കണം. എനിക്ക് തേനീച്ചക്കില്ലല്ലടാ തേനയുടെ ഇത്രയും കൊതി നിനക്ക് മാത്രമേ ഉള്ളൂ. ബാലു, നിങ്ങൾ എന്തിനാ അയാളുടെ മെക്കെട്ട് അല്ല പിന്നെ ഞാൻ നിന്റെ മെക്കെട്ട് കയറാം. ആ കേറ്. ഇനി അതും കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾ കൊള്ളരുതാത്തവൻ തന്നെയാ. ഞാൻ എന്തൊരു കൊള്ളരുതായ്മ കാണിച്ചത്? എന്റെ കാൽ അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ആദ്യം ഭർത്താവായിരുന്നു, പിന്നെ ഭാര്യ. ചേട്ടാ ഒന്നിങ്ങി വന്നേ. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ആണോ? ഞാൻ അത് പഠിപ്പിച്ചപ്പോ അന്ന് സ്കൂളിൽ പോയില്ല. സ്കൂളിൽ പോയാ താനങ്ങ് എന്നെ പ്രഷർ കയറ്റല്ലേ ചേട്ടാ. എന്റെ കൈക്കുഞ്ഞായിട്ട് ഞാൻ നിൽക്കും, എന്നെ പ്രഷർ കയറ്റല്ലേ. ഇല്ല. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണോ ഭാര്യയും ഭർത്താവും? ആയിരിക്കാം. ആണ്. അപ്പൊ ഭാര്യനെ പത്നി എന്ന് പറയുന്നത് എന്തിനാ? അത് ഭർത്താവിന് ദേഷ്യം വരുന്നോണ്ട് വിളിക്കുന്നതായിരിക്കും. എന്തോന്ന്? പന്നീന്നല്ല, പത്നി. ഭർത്താവിന്റെ പാതി ഭാര്യ. ഭർത്താവിന്റെ പാതി ഭാര്യ. അപ്പൊ ആ ഭാര്യയ്ക്ക് ഒരു അപകടം വരുമ്പോൾ ഭർത്താവ് അവിടെ ഓടി വരണ്ടേ? വരണോന്ന് പറഞ്ഞ എന്റെ മെക്കിട്ട് കയറുമെന്ന് വിചാരിച്ചിട്ടാണ് വരണ്ടെന്ന് പറഞ്ഞത്. വരണ്ടെന്ന് പറഞ്ഞാൽ എന്റെ തോളേക്കാരൻ വരുവാണോ? വരണോ? അവളെ കഴുത്തി താലിയിട്ട് ഞാൻ തന്നെ. അപ്പൊ അവക്കൊരു അപകടം വരുമ്പോ ആദ്യം ഓടിയെത്തേണ്ട ആരാ? ഞാനാണോ? ഈ കൊച്ചിനോട് ചോദിച്ചാൽ അത് ഉത്തരം പറയല്ലോ. ആ കൊച്ചു പറയലോ ഉത്തരം. നീ എന്തിനാ പിന്നെ ഇങ്ങനെ പറഞ്ഞത്? വരണ്ടേ? എടാ വരണോ വേണ്ടേ? എനിക്ക് തേനി പോണം, തേനെടുക്കണം, തിരിച്ചു വരണം. എന്തോന്നാ വരണം? അപ്പൊ ഒരു അപകടം പറ്റുമ്പോ വരണമെന്ന് നിങ്ങൾക്ക് അറിയാം. എന്റെ കാലിൽ ഒരു കുപ്പിച്ചില്ല് കൊണ്ട് കീറിയിരിക്കുമ്പോ ഇയാളെ ഞാൻ ഫോൺ ചെയ്ത് അപ്പൊ എന്തോ പറഞ്ഞു എന്നോട്. കമ്പനിയിൽ പിടിപ്പതും പണിയാന്ന് പറഞ്ഞു. ഇല്ലേ? പറഞ്ഞു. നിന്റെ കുപ്പിച്ചില്ല് കൊണ്ട് മുറിവ് ഞാൻ കണ്ട്. ചെറിയൊരു പോറല് മാത്രമേ ഉള്ളൂ. എവിടെ പോകുന്നേട്ടാ? ഇനി വാ. എന്റെ കാലയില് കുപ്പി ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചേ. ഒന്ന് പിടി. കുഞ്ഞിനെ പിടി. കാലിന്റെ താഴെയായിരുന്നു മുറിവ്. ഇങ്ങേര് വന്നില്ല. ചോദിക്കേ എന്തുകൊണ്ട് വന്നില്ല? എടി എങ്ങനെ വരുമെന്നാ? കമ്പനിയിൽ എനിക്ക് പിടിപ്പത് പണിയുണ്ട്. നീ വിളിച്ച് നിന്റെ കാലിൽ മുറിവെന്ന് പറഞ്ഞപ്പോ എനിക്ക് വരാൻ പറ്റൂല. പക്ഷെ എന്റെ കൂട്ടുകാരൻ ബിജുവിനെ ഞാൻ അത്യാവശ്യത്തിന് ആശുപത്രിയിലോട് പറഞ്ഞു വിട്ടില്ലേടി? ശരി, സമ്മതിച്ച്. അപ്പൊ നാളെ എനിക്ക് ഒരു സിനിമയ്ക്ക് പോണെന്ന് വിചാരിച്ചോ? ഇങ്ങേരുടെ കൂട്ടുകാരൻ ബിജുവിനെയും കൊണ്ട് ഞാൻ പോട്ടെ? അതെ, കുഞ്ഞ് കരയുന്നെന്ന് തോന്നുന്നു. കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ സാധാരണ നാട്ടിലൊക്കെ എന്താ ചെയ്യുന്നേ? താരാട്ടുപാട്.
തേനും വയമ്പും. തേനും വയമ്പും. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും അറിഞ്ഞൂടെ? തേനും വയമ്പും. വേറെ വല്ല പാട്ട് പാടുற കൊച്ചിന്റെ അടുത്ത്. എടീ, നീ നമ്മളെ വിഷയത്തിലോട്ട് പാടി. ആ അതന്നെ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 കൊല്ലമായി. 2 കൊല്ലമായോ? ഈ 2 കൊല്ലത്തില് എന്നെ എങ്ങോട്ടെങ്കിലും നിങ്ങളൊന്ന് കാണാൻ കൊണ്ടുപോയോ? എവിടെ ഒരു ഹണിമൂൺ? എടി എങ്ങനെ കൊണ്ടുപോകുന്നു പറയടി. 4 ആള് കൂടുന്നതിനിടെ കൊണ്ടുപോകാൻ പറ്റുമോ? നിന്റെ നാക്കങ്ങനെയല്ലേ? ചേച്ചി, എന്തുവാ കുഞ്ഞ് കരയുന്നത്. തനിക്ക് താരാട്ട് പറഞ്ഞാന്റെ അണ്ണാക്കിൽ എന്നെ കുരുവോ? തേൻ തേൻ തേൻ. തേനല്ലേ വേറൊന്നും പാടാറുണ്ടോ? തേന്. ബാലു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി കുഞ്ഞെ കൊച്ചെന്നെങ്ങാനും പറഞ്ഞ് എന്റെ പുറകെ വന്ന ഞാൻ പാലാഭിഷേകത്തിന് കേസ് കൊടുക്കും. എടി പാലഭിഷേകം അല്ലടി, ബാലാവകാശം. എന്നാ ബാലാവകാശം. അതിന് ഞാൻ കേസ് കൊടുത്തിട്ടാണ് ബാക്കി കാര്യം. ഒരു മിനിറ്റ്. എന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു. അച്ഛനാ. ഞാൻ വിളിക്കായിരുന്നതാ. ഹലോ ഹലോ, എന്താ അച്ഛാ? ആ മോളെ, അച്ഛൻ നിങ്ങളുടെ കുഞ്ഞിന് കുണുമെന്ന് പേരിടണമെന്ന് പറഞ്ഞില്ലേ? ആ അതിവിടെ വേണ്ട മോളെ. അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഈ കാലഘട്ടത്തിലൊക്കെ കുണുമെന്നൊക്കെ പേരിടുന്ന മോശമുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ട് നിങ്ങൾ കണ്ടുവച്ച പേരേതാന്ന് വെച്ചാൽ അത് ഇട്ടോ കേട്ടോ. അച്ഛന് ഒരു കുഴപ്പമില്ല മോളെ. ആണോ അച്ഛാ? ആ കുഴപ്പമില്ല. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കുന്ന അച്ഛാ. ശരി, അവനെ തിരക്കിന്ന് പറയാം കേട്ടാ. ശരി ആ അച്ഛാ. ബാലു, അതെ, എന്റെ അച്ഛൻ അമ്മയായിട്ട് ഡിസ്കസ് ചെയ്തെന്ന്. ഡിവോഴ്സ് ചെയ്താ? അയ്യോ, ഡിവോഴ്സ് അല്ല, ഡിസ്കസ് ചെയ്തെന്ന്. അപ്പൊ പറഞ്ഞു കുണുമൻ എന്നൊക്കെ ഉള്ളത് പഴയ പേരല്ലേ, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ട്രെൻഡ് അനുസരിച്ച് ഒരു പേരിട്ടോളാൻ പറഞ്ഞു. നമുക്ക് അങ്ങനെ ചെയ്താലോ? നിന്റെ അച്ഛന് ബുദ്ധി ചോദിച്ചല്ലേ? എന്നാ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. എവിടെ വീട്ടിൽ പോണു? വീട്ടിൽ പോവാം. കുറെ കാലം കൊണ്ട് പരാതിയല്ലേ, എങ്ങും കൊണ്ടുപോകണില്ലാന്ന്. നമ്മളാണ് ഇവിടുന്ന് കൊച്ചിനെ കൊണ്ട് ടൂർ പോകുന്നു. ശരിക്കും? ശരിക്കും. കാശ്മീരാണോ? അല്ല. എന്നാ കുടകായിരിക്കും? അല്ല. എന്നാ ഊട്ടി? അല്ല. പിന്നെ എവിടാ? ഞാനും നീയും നമ്മുടെ മോനും കൂടെ തേനിക്ക് ഇത് അങ്ങേരോടൊപ്പം ടൂർ പോകുന്നു. തേനിലെന്തിനാ നിങ്ങൾ വരുന്നേ? തേനി പോണം, തേനെടുക്കണം, ഞങ്ങൾക്കൊന്ന് തിരിച്ചു വരണം. അപ്പൊ അവിടെ എനിക്ക് സമാധാനം തരത്തില്ലല്ലോ. ടെൻഷൻ ആവാതെ. എന്നാ പിന്നെ പിടി. എന്തിനാ പിടിക്കുന്നത്? നമ്മളല്ലേ ഒന്നിച്ചല്ലേ പോകുന്നത്. കൈ ഇരിക്കട്ടെ, ഷൈൻ ചെയ്. ഇതിനെ വെച്ച് ഞാൻ എന്നാ ഷൈൻ ചെയ്യാനാ?